നമുക്ക് വാഴക്കാമ്പും കൂവയും വെച്ച് ഒരു പുഴുക്കുണ്ടാക്കാം. അതിന് ഒരു കഷ്ണം വാഴക്കാമ്പ് ചെറുതായി മുറിച്ചെടുക്കണം. അതുപോലെ 3 കൂവയും ചെറുതായി മുറിച്ചെടുക്കാം. ഇത് രണ്ടും ഇങ്ങനെ ചെറുതായി മുറിച്ചത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ രണ്ടും ഒരുപാട് ഫൈബർ ഉള്ളതുകൊണ്ട് നമുക്ക് ആരോഗ്യത്തിന് വളരെയധികം ഗുണമുള്ള ഒന്നാണ്. അതുകൊണ്ട് നിങ്ങളും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. ഇത് രണ്ടിൻ്റെയും ഗുണം നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. ഇപ്പോൾ കൂവയുടെ കാലവുമാണ്, അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ഗ്ലാസ് വെള്ളം. ഇത് ഞാൻ മീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. മീൻ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ മീൻ വെക്കണമെന്നില്ല. ഇത് ശരിക്കും നല്ല വലിയ മത്തി വെച്ചാണ് ഉണ്ടാക്കേണ്ടത്. എനിക്ക് മത്തി കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഒരു കഷ്ണം അയില വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം അയില വെച്ച് കൊടുക്കാം. ഇനി ഇതിന് വേണ്ട തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം. ഒരു ചെറിയ മുറി തേങ്ങ, 2 നുള്ളി ജീരകം, 3 വെളുത്തുള്ളി, 2 ചെറിയ ചുവന്നുള്ളി, ഇവയാണ് ഒതുക്കിയെടുക്കേണ്ടത്. ഇനി 2 ആവി വന്ന ശേഷം കുക്കർ തുറന്നു നോക്കാം. ഇത് കുറേ നേരം വേവിക്കരുത്, അടിയിൽ പിടിച്ചു പോകും. ഇനി മീനിൻ്റെ മുള്ളു മാറ്റി ഇളക്കിയെടുക്കുക. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഉണ്ടാക്കിയാൽ മതി. ഇനി ഇതിലേക്ക് ഒതുക്കി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ജീരകത്തിൻ്റെ പച്ചമണം പോവണമെങ്കിൽ നമ്മൾ അവസാനമായി ഒന്ന് മൂടി വെച്ചാൽ മതി. ഇനി ഇതിനു മുകളിൽ തേങ്ങ വറുത്തതും കറിവേപ്പിലയും കടുകും വറ്റൽമുളകുമിട്ട് മൂപ്പിച്ച ശേഷം ഇതിനു മുകളിൽ ഒഴിച്ചു കൊടുക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.